ഹലോ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്റ്റീലിനെക്കുറിച്ചാണ്. നമ്മുടെ ചുറ്റുമുള്ള കൂറ്റൻ കെട്ടിടങ്ങൾ മുതൽ ഷേവ് ചെയ്യുന്ന ബ്ലേഡ് വരെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേ സ്റ്റീൽ കൊണ്ടാണല്ലോ. പക്ഷേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരേ ഒരു ലോഹത്തിന് എങ്ങനെയാണ് ഇത്രയധികം വ്യത്യസ്ത രൂപങ്ങളും ഭാവങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നതെന്ന്? അതിന്റെ രഹസ്യം ഒരു പ്രത്യേക പാചക പുസ്തകത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ പുസ്തകം ഒന്ന് തുറന്നു നോക്കിയാലോ? അതെ, ഇതാണ് നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യം. എങ്ങനെയാണ് സ്റ്റീലിന് ഒരേ സമയം ഒരു കെട്ടിടം മുഴുവൻ താങ്ങി നിർത്താനുള്ള കരുത്തും എന്നാൽ ഒരു ബ്ലേഡിന്റെ നേർത്ത മൂർച്ചയും കിട്ടുന്നത്? ഇതിന്റെ ഉത്തരം അതിന്റെ പുറംമോടിയിലല്ല കേട്ടോ, അത് ഒളിഞ്ഞിരിക്കുന്നത് അതിന്റെ ഉള്ളിലെ കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത ഒരു സൂക്ഷ്മ ലോകത്തിലാണ്. നമ്മുടെ ഈ യാത്രയിൽ ആദ്യം നമ്മൾ സ്റ്റീലിന്റെ ഉള്ളറകളിലേക്ക് ഒന്നെത്തി നോക്കും. അവിടെയുള്ള സൂക്ഷ്മമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടും. പിന്നെ എഞ്ചിനീയർമാർ ഉപയോഗിക്കുന്ന ഒരു രഹസ്യ ഭൂപടം അല്ലെങ്കിൽ മാപ്പ് എങ്ങനെ വായിക്കാമെന്ന് പഠിക്കും. അത് കഴിഞ്ഞ് ചൂടുപയോഗിച്ച് സ്റ്റീലിനെ പാകം ചെയ്യുന്നതും അതിലെ ചില അപ്രതീക്ഷിത നിയമങ്ങളും നമ്മൾ കാണും. അവസാനം ഈ മാപ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം, സ്റ്റീലിന്റെ രഹസ്യങ്ങളിലേക്ക്. നമ്മൾ പുറമേ കാണുന്നതിനേക്കാൾ എത്രയോ സങ്കീർണവും രസകരവുമാണ് സ്റ്റീലിന്റെ യഥാർത്ഥ ലോകം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സ്റ്റീൽ ഒരൊറ്റ സാധനമല്ല. അത് ശരിക്കും ഇരുമ്പും കാർബണും ചേർന്ന ഒരു വലിയ കുടുംബം പോലെയാണ്. ഓരോ സ്റ്റീലിനും അതിൻ്റേതായ സ്വഭാവം കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഘടനയാണ്. ഈ ഘടനയിലെ ഫേസുകൾ എന്നറിയപ്പെടുന്ന ഭാഗങ്ങളെ ഒരു ശില്പി കല്ലിനെ കുത്തിയെടുക്കുന്നതുപോലെ കൃത്യമായി നിയന്ത്രിച്ചാണ് എഞ്ചിനീയർമാർ ഓരോ ആവശ്യത്തിനും വേണ്ട സ്റ്റീൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ശരി, സ്റ്റീലിന്റെ ഉള്ളിലുള്ള ഈ പ്രധാന കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഫേസുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഘടകങ്ങൾ ഏതൊക്കെ അളവിൽ ചേരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും സ്റ്റീലിന്റെ അവസാന സ്വഭാവം. നമ്മുടെ കഥയിലെ ആദ്യത്തെ ആള് അതാണ് ഫെറൈറ്റ്. ഇത് വളരെ സോഫ്റ്റാണ്, എളുപ്പത്തിൽ വലിച്ചു നീട്ടാനും അടിച്ചു പരത്താനുമൊക്കെ പറ്റും. സ്റ്റീലിന് അതിന്റെ അടിസ്ഥാനപരമായ ഉറപ്പും വഴക്കവും കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് ഈ ഫെറൈറ്റിനാണ്. ഇതൊന്ന് നോക്കിയേ, ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഫെറൈറ്റിന് വളരെ ലളിതവും അടുക്കും ചിട്ടയുമുള്ള ഒരു ഘടനയാണ് കാണാൻ കഴിയുന്നത്. ഈ പ്രത്യേക ഘടനയാണ് ശരിക്കും അതിന് ആ മൃദുവായ സ്വഭാവം കൊടുക്കുന്നത്. അടുത്ത ആള് സിമന്റൈറ്റ്, ഫെറൈറ്റിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇത് ഭയങ്കര ഹാർഡാണ്, ഒരു വജ്രം പോലെ കടുപ്പമുള്ളതാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, കാഠിന്യം കൂടുമ്പോൾ പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യതയും കൂടും. സ്റ്റീലിന് നല്ല കാഠിന്യവും തേയ്മാനം സംഭവിക്കാതിരിക്കാനുള്ള കഴിവും കൊടുക്കുന്നത് ഈ സിമന്റൈറ്റാണ്. ഇനി നമുക്ക് ഓസ്റ്റനൈറ്റിനെ പരിചയപ്പെടാം. ഇതൊരു മാന്ത്രികനെ പോലെയാണെന്ന് പറയാം. കാരണം സാധാരണ താപനിലയിൽ നമുക്കിതിനെ കാണാനേ കഴിയില്ല. സ്റ്റീലിനെ നന്നായി ചൂടാക്കുമ്പോൾ ഉയർന്ന താപനിലയിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ആളാണിത്. സ്റ്റീലിന്റെ സ്വഭാവം മാറ്റിയെടുക്കുന്ന എല്ലാ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രക്രിയകളും തുടങ്ങുന്നത് ഈ ഓസ്റ്റനൈറ്റ് എന്ന ഘട്ടത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഓസ്റ്റനൈറ്റിനെ പതുക്കെ തണുപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അപ്പോൾ നമുക്ക് പേർലൈറ്റ് എന്ന് പറയുന്ന ഒരു ഘടന കിട്ടും. ഇത് ശരിക്കും സോഫ്റ്റായ ഫെറൈറ്റിന്റെയും ഹാർഡായ സിമന്റൈറ്റിന്റെയും പാളികൾ ചേർന്ന ഒരു മനോഹരമായ മിശ്രിതമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റീലിന് ഒരേ സമയം ബലവും അതേസമയം കുറച്ച് വഴക്കവും ഇത് നൽകും, ഒരു പെർഫെക്റ്റ് ബാലൻസ്. അപ്പോൾ നമ്മൾ സ്റ്റീലിന്റെ പ്രധാന ചേരുവകളൊക്കെ പരിചയപ്പെട്ടു അല്ലേ? ഇനി ഈ ചേരുവകളെ എങ്ങനെ, എപ്പോൾ, ഏതളവിൽ ചേർക്കണമെന്ന് കൃത്യമായി പറയുന്ന ആ മാസ്റ്റർ റെസിപ്പി ബുക്ക്, അതായത് അയൺ കാർബൺ ഫേസ് ഡയഗ്രം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ മാന്ത്രിക ഭൂപടം. ഒറ്റ നോട്ടത്തിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? പക്ഷെ പേടിക്കേ വേണ്ട. എഞ്ചിനീയർമാർക്ക് സ്റ്റീലിന്റെ സ്വഭാവം കൃത്യമായി പ്രവചിക്കാനും അവർക്ക് വേണ്ട രീതിയിൽ മാറ്റിയെടുക്കാനും സഹായിക്കുന്ന താക്കോലാണിത്. ഈ മാപ്പ് വായിക്കാൻ ശരിക്കും സിമ്പിളാണ്. ഇതിന്റെ കുത്തനെയുള്ള Y അക്ഷം താപനിലയെയും വിലങ്ങനെയുള്ള X അക്ഷം സ്റ്റീലിൽ എത്ര ശതമാനം കാർബൺ ഉണ്ടെന്നതിനെയുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക താപനിലയിലും കാർബൺ അളവിലും സ്റ്റീൽ ഏതു രൂപത്തിലായിരിക്കും, അതായത് ഏതു ഫേസിലായിരിക്കുമെന്ന് ഈ ഡയഗ്രത്തിലെ ഓരോ ഭാഗവും നമുക്ക് കൃത്യമായി പറഞ്ഞുതരും. ശരി, ഇനി വെറുതെ തിയറി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഈ ഡയഗ്രം ഒരു യഥാർത്ഥ സാഹചര്യത്തിലെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. സ്റ്റീലിനെ പാകം ചെയ്യുന്നൊരു പ്രക്രിയയിലൂടെ നമുക്കിതൊന്ന് പരീക്ഷിച്ചു നോക്കാം അല്ലേ? നമ്മൾ ചെയ്യാൻ പോകുന്നത് നോർമലൈസിംഗ് എന്നൊരു സാധാരണ ഹീറ്റ് ട്രീറ്റ്മെന്റാണ്. വളരെ സിമ്പിളാണ്, വെറും 2 ഘട്ടങ്ങൾ. ആദ്യം സ്റ്റീലിനെ ഏകദേശം 850 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂടാക്കി പൂർണ്ണമായും ഓസ്റ്റനൈറ്റാക്കി മാറ്റുന്നു. അതിനുശേഷം അതിനെ പുറത്തെടുത്തുവെച്ച് തുറന്ന വായുവിൽ സ്വാഭാവികമായി തണുക്കാൻ അനുവദിക്കുന്നു. അത്രയുള്ളൂ. ഇപ്പോൾ നോക്കൂ, 0.4% കാർബൺ ഉള്ളൊരു സ്റ്റീൽ നമ്മൾ എടുക്കുന്നു. അതിനെ ചൂടാക്കുമ്പോൾ അത് ഡയഗ്രത്തിൽ മുകളിലോട്ട് പോയി പൂർണ്ണമായും ഓസ്റ്റനൈറ്റായി മാറുന്നു.
പിന്നീട് അതിനെ വായുവിൽ വെച്ച് തണുപ്പിക്കുമ്പോൾ അത് താഴേക്ക് വന്ന് ആദ്യം ഫെറൈറ്റും പിന്നീട് പേർലൈറ്റുമായിട്ട് മാറുന്നു. അപ്പോൾ എന്താ ഫലം? ചൂടാക്കുന്നതിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ വളരെ മികച്ചതും സ്ഥിരതയുള്ളതുമായ ഒരു ഘടന സ്റ്റീലിന് കിട്ടുന്നു. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റുണ്ട്. ഈ ഫേസ് ഡയഗ്രം ശരിക്കും പതുക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ശരിയാവുന്നത്. അതായത് സ്റ്റീലിനെ സാവധാനം ചൂടാക്കുകയും സാവധാനം തണുപ്പിക്കുകയും ചെയ്യുമ്പോൾ. നമ്മൾ തണുപ്പിക്കുന്നതിന്റെ സ്പീഡങ്ങ് കൂട്ടിയാലേ കളി മാറും. ഇത് നമുക്ക് ഇങ്ങനെ ആലോചിച്ചു നോക്കാം. ഫേസ് ഡയഗ്രം എന്നത് നമ്മുടെ യാത്രയുടെ ലക്ഷ്യസ്ഥാനം എവിടെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു ഗൂഗിൾ മാപ്പ് പോലെയാണ്. എന്നാൽ കൈനറ്റിക്സ്, അതായത് വേഗത, ആ യാത്ര നമ്മൾ എത്ര സ്പീഡിലാണ് പൂർത്തിയാക്കുന്നത് എന്ന് തീരുമാനിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ഓവർ സ്പീഡിൽ പോയാൽ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ലക്ഷ്യത്തിൽ എത്തിയെന്ന് വരാം, അല്ലേ? സ്റ്റീലിന്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നല്ലേ? ഓസ്റ്റനൈറ്റ് ആയിരിക്കുന്ന സ്റ്റീലിനടുത്ത് പെട്ടെന്ന് വെള്ളത്തിലോ എണ്ണയിലോ മുക്കി തണുപ്പിച്ചാൽ, അതായത് ക്വെഞ്ച് ചെയ്താൽ, നമുക്ക് പുതിയൊരാളെ കിട്ടും, മാർട്ടൻസൈറ്റ്. ഇത് അങ്ങേയറ്റം കഠിനമാണ്. വാളുകളും കട്ടിംഗ് ടൂളുകളും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഈ മാർട്ടൻസൈറ്റാണ്. ഇത് നിയമങ്ങളൊന്നും പാലിക്കാതെ അതിവേഗം രൂപപ്പെടുന്ന ഒന്നായതുകൊണ്ടാണ് നമ്മുടെ പ്രധാന ഫേസ് ഡയഗ്രത്തിൽ ഇതിന് സ്ഥാനമില്ലാത്തത്. അപ്പോൾ നമ്മൾ സ്റ്റീലിന്റെ ആഴങ്ങളിലേക്കൊക്കെ പോയി അതിന്റെ രഹസ്യങ്ങളൊക്കെ കണ്ടു. ഇനി ഇതൊക്കെ അറിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ എന്ത് പ്രയോജനം എന്നല്ലേ? ഈ അറിവ് നമ്മുടെ ലോകത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നതെന്ന് നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ. ഈ ഒരൊറ്റ ഭൂപടം കയ്യിലുള്ളതുകൊണ്ട് ഒരു എഞ്ചിനീയർക്ക് ഏതാവശ്യത്തിനും വേണ്ട ഗുണങ്ങളോടുകൂടിയ സ്റ്റീൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഒരു കട്ടിംഗ് ടൂളിന് വേണ്ട കാഠിന്യം, ഒരു പാലത്തിനു വേണ്ട ഉറപ്പ്, ഒരു കാറിന്റെ ബോഡിക്ക് വേണ്ട വഴക്കം, ഇതെല്ലാം ഈ മാപ്പ് ഉപയോഗിച്ച് കൃത്യമായി നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നിർമ്മാണ രീതികളെ ഇത് വളരെ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കുന്നു. ഇതിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് ഈയൊരു വാചകം കേട്ടാൽ മനസ്സിലാവും. സ്റ്റീലിന്റെ ലോകത്തെപ്പറ്റി പഠിക്കുന്ന ഏതൊരാൾക്കും ഒഴിച്ചുകൂടാനാവാത്ത അടിസ്ഥാന ശിലയാണ് ഈ ഡയഗ്രം. ഇത് സ്റ്റീലിന്റെ ഭാഷ മനസ്സിലാക്കാനുള്ള ഒരു നിഘണ്ടു പോലെയാണെന്ന് പറയാം. അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത തവണ ഒരു സ്റ്റീൽ കെട്ടിടമോ ഒരു വാഹനമോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു സ്പൂണോ കാണുമ്പോൾ വെറുതെ അതിന്റെ ഉപരിതലത്തിലേക്ക് മാത്രം നോക്കരുത്. അതിനുള്ളിൽ നടക്കുന്ന ഫെറൈറ്റിന്റെയും പേർലൈറ്റിന്റെയും സിമന്റൈറ്റിന്റെയും ആ സൂക്ഷ്മമായ നൃത്തത്തെ ഓർക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വെറുമൊരു ലോഹമല്ല, മറിച്ച് എഞ്ചിനീയറിംഗിന്റെ ഒരു അത്ഭുത ലോകം തന്നെയാണ്.